നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം. നമ്മളിതാ കയറിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു KSRTC ബസ്സിലാണ്. പക്ഷെ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ഞങ്ങളെടുത്ത ടിക്കറ്റ് കാണിച്ചിട്ടാണ്. നമ്മളെടുത്ത ടിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു 386 രൂപയാണ് ടോട്ടൽ വന്നത്. ഇനി അതാ ബസ്സിൻ്റെ ബോർഡൊന്ന് പതിയെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പോണത് മൂന്നാറിലേക്കാണ് ഫ്രം കൊച്ചി. ഞങ്ങൾ കയറിയത് ആലുവയിൽ നിന്നാണ്. ആലുവയിൽ 10:10 ബസ്. പക്ഷെ നമ്മൾ ബസ് വന്നപ്പോൾ 10:30 കഴിഞ്ഞായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന് ആലുവ ടച്ച് ചെയ്തിട്ട് ആലുവ, പിന്നെ പെരുമ്പാവൂർ, പിന്നെ കോതമംഗലം, നീലമംഗലം, അടിമാലി, മൂന്നാർ, ഇങ്ങനെയാണ് പോണത് കേട്ടോ ബസ് റൂട്ട്. KSRTC ബസ്സിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബായിരുന്നു. നമ്മളെ മ്യൂസിക് സിസ്റ്റവും ഓരോ വെറൈറ്റി പാട്ടുകളും കിഡ് സോങ്സൊക്കെ ഇട്ടിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ട്രിപ്പ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്താൽ കുറച്ച് മൗണ്ടൻ ഏരിയാസൊക്കെ കണ്ടു തുടങ്ങി. കോതമംഗലം ആ ഒരു സൈഡൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ ഹില്ലി ഏരിയാസൊക്കെ ഇതുപോലെ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ബസ്സിന് പോകുന്നത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ AC ലോ ഫ്ലോറിന് പോയിട്ടുണ്ട്. ഞാനും കിരണും കൂടെ സുക്കുമി ഉണ്ടാവണേക്കാളും മുന്നേ പോയതാണ്. ഇപ്പോൾ ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മൾ. അതിന് മുന്നേ കാറിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും സുക്കുമീനെ കൊണ്ട് കാറിന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ബസ്സിന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ ആ ട്രിപ്പ് തുടങ്ങിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാമായിട്ട് നമ്മൾ നല്ലൊരു മൂഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ നവോദയ സ്കൂളിൻ്റെ അവിടെ എത്തി, നേരമംഗലം എത്തി. നമ്മുടെ ജാനമ്മ പഠിച്ച സ്കൂളാണിത്. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നേരമംഗലം പാലം. ഇത് നമ്മളുടെ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിതെന്നാണ് എൻ്റെ ഒരു അറിവിട്ട. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഝാൻസി റാണി അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഒരു മെമ്മറിയിലൊരു റാണിക്കല്ലെന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ വൈബിനൊത്തൊരു പാട്ട് വന്നിട്ട്. ഇതാണ് നമ്മളുടെ സൗണ്ട് സിസ്റ്റം. നമ്മളുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പ്രോ ഡ്രൈവറാണ് കേട്ടോ. ചെറിയ സ്പേസ് കൂടെ ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ടൊക്കെ ആൾ വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെത്തി പോകണം നോക്കണ്ട. കാരണം ചെറിയ വഴിയാണ് അങ്ങോട്ടുള്ളതെല്ലാം. ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് ഇതുപോലുള്ള ഹെയർ പിൻ വളവുകളൊക്കെയാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. കുറച്ച് നേരത്തേക്ക് തലക്കൊക്കെ നമുക്ക് ചെറിയൊരു സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളത് ട്രിപ്പ് മോഡൊക്കെ ഓൺ ചെയ്താൽ മൂന്നാർ എത്താനായിട്ട് ഏകദേശം ആയിട്ടുണ്ട്. പൊളിപ്പാട്ടുകളും ഇതൊക്കെ ആയിട്ട് നമ്മൾ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് KSRTCയിൽ. നമ്മൾ സ്മെല്ലടിക്കുമ്പോൾ കൊച്ചി എത്തി എന്ന് പറഞ്ഞാൽ അതാ സിപ്പ് ലൈൻ കാണുമ്പോഴേക്ക് മൂന്നാറെത്തി എന്ന്. കാരണം മുട്ടിന് സിപ്പ് ലൈനാണ് മൂന്നാർ. ഇപ്പോൾ തന്നെ നമുക്കതാ ചെറിയ രീതിയിൽ നമ്മുടെ ടീ പ്ലാന്റേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മൂന്നാർ സ്റ്റാർട്ടിങ് ആണ്. ഇനിയിപ്പോൾ സെൻറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സൊക്കെ എന്തായാലും നമ്മൾ എടുക്കും. നമുക്ക് എന്തായാലും ആ ഒരു ജേണിയും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാർ പോയവർക്കൊക്കെ എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റും. ഇനി അതാ മൂന്നാർ നമ്മൾ പീക്കിലേക്ക് അതാ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ടീ പ്ലാന്റേഷനും എല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ നല്ല ഒരു മൂഡ് സെറ്റായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. സുക്കുമ്മയാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും കിരണാണെങ്കിലും നമ്മളിപ്പോൾ ട്രിപ്പ് മോഡ് ശരിക്കും ഓണായ പോലെ ഉണ്ട്. ആലുവയിൽ നിന്ന് 10 മണിക്ക് കയറിയ നമ്മൾ 10 മണിയെന്ന് വെച്ചാൽ 10:10 ബസ്. പക്ഷേ 10:45 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 4 മണിയാണ്.
അപ്പോൾ നമ്മളുടെ ഈ ഒരു ജേണി പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളത് മൂന്നാർ സെൻറ്ററിലെത്തി. ഇപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് ശരവണ ഭവനിലാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. എവിടെ നിന്ന് കഴിച്ചു? ശരവണ ഭവനിൽ ഫുഡ് കഴിച്ച് നമ്മളവിടെ പോലെയാണ്. ജീപ്പിൽ കയറാൻ പോകണം അല്ലേ? ഓക്കെ.